10 സെന്റ് സ്ഥലത്തെ 2 നില ഏകദേശം 1500 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന പണി മുഴുവനായിട്ട് തീരാത്ത നല്ലൊരു പ്രോപ്പർട്ടി. അപ്പോൾ ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിങ് റോഡാണ് വരുന്നത്. നല്ലൊരു ഏരിയ കേട്ടോ, നല്ല സമചതുരായിട്ടുള്ള നിരപ്പായിട്ടുള്ളൊരു പ്ലോട്ടാണ്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. വെള്ളം പറ്റാത്ത നല്ലൊരു അടിപൊളി കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. വീടിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ ഇനി പെൻഡിങ് ഉണ്ട്. അതായത് മുകൾ ഭാഗത്ത് കുറച്ച് പോളികാർബൺ ഷീറ്റ് ഇടണം, ടഫൺ ഗ്ലാസ് ഇടണം, അതുപോലെ തന്നെ പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. ഫ്ലോറിങ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ടൈലും ഗ്രാനൈറ്റിൻ്റെ ഒക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗം പൊളികൾ ചെയ്യാനുണ്ട്. ഏകദേശം ഒരു 85% വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫിനിഷിംഗ് വർക്കാണ് പെൻഡിങ് ഉള്ളത്. നമ്മൾ ഈ ഒരു രൂപത്തിൽ വീട് കൊടുക്കും. ഇനി അതല്ല, ഫിനിഷിംഗ് ആക്കിയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫിനിഷിംഗ് ആക്കിയിട്ട് തരും. അപ്പോൾ ഉൾഭാഗങ്ങളൊക്കെ കാണേണ്ട കാഴ്ചയാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടിന് കേട്ടോ. അതുകൊണ്ട് ചുമരിലൊക്കെ ഫുള്ളായിട്ട് ഇതുപോലുള്ള നല്ല ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. 4x2 സൈസിലുള്ള നല്ല പ്യുവർ വൈറ്റ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഫ്ലോറിങ് സിറ്റ് ഔട്ടിൽ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഒരുപാട് വുഡൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വുഡൻ പാനിങ് ചെയ്താണ്. മെയിൻ ഡോറൊക്കെ നല്ല തേക്കിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഡൈനിങ് ഹാള്. റൂമുകളൊക്കെ സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരുപാട് വുഡൻ വർക്കുകൾ ഇവർ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പോളിഷിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല ഫിനിഷിംഗ് ആയി വരുമ്പോൾ വീട് നല്ല ഭംഗിയായിട്ടുണ്ടാവും. അതുപോലെ തന്നെ മുകൾ ഭാഗം ജിപ്സം ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ റൂം, ഹാള്, സിറ്റ് ഔട്ട് എല്ലാ ഭാഗവും ജിപ്സം ചെയ്തിട്ടുണ്ട്. ഫ്ലോറിംഗ് ഒക്കെ നല്ല സ്പേസർ വെച്ചിട്ട് അപ്പോക്സി വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതുണ്ട് അവിടെ വാഷ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഫുള്ള് നല്ല അടിപൊളിയായിട്ട് വുഡൻ വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല പുതിയ ഡിസൈൻ കേട്ടോ. വീടിൻ്റെ വർക്ക് ഫിനിഷിംഗ് ആയി ഫുള്ള് ഫിനിഷിംഗ് ആയി വരുമ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീടുണ്ടാകും. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇതാണ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ബെഡ്റൂമുകളിൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. 2 കട്ടിലവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ വീട്ടിലുള്ള എല്ലാ ഫർണിച്ചറുകളും ഇവിടെ തന്നെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണി ക്ലോസറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നല്ലൊരു വാഷ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിഭാഗത്ത് 2 ബെഡ്റൂം വരുന്നുണ്ട്. ടോട്ടലി 1500 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ വരുന്നുണ്ട് ഈ വീട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വളരെ വിശദമായിട്ട് തന്നെ CNS മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. അതിൽ മുഴുവനായിട്ട് നമ്മൾക്ക് പറയാനുള്ള നിർവാഹമില്ല. അപ്പോൾ കുട്ടിപ്പാറ കഴിഞ്ഞിട്ട് ചാരങ്കാവ് ചെറുകോട് റൂട്ടിൽ പേലേപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. പേലേപ്പുറത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചെറുവട്ടി എന്ന് പറയുന്ന സ്ഥലം. പേലേപ്പുറം ചെറുവട്ടിയിൽ മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ 10 സെൻറ്റ് സ്ഥലമുണ്ട്. നിങ്ങൾ ഈ കാണുന്നൊരു അടിപൊളി വീടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് വർക്ക് ഫിനിഷിംഗ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ തരും. ഇനി അതല്ല, ഇത് ഈ ലെവലിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തരും. ഇതിൻ്റെ 3D പിക്ചർ, ഇതിൻ്റെ പ്ലാനിങ് എല്ലാം നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വളരെ വ്യക്തമായിട്ട് തന്നെ CNS മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലാനിങ്ങിൽ അടിഭാഗത്ത് 2 ബെഡ്റൂം, മുകൾ ഭാഗത്ത് 1 ബെഡ്റൂം കേട്ടോ. അപ്പോൾ മുകൾ ഭാഗത്തെ ബെഡ്റൂമൊക്കെ ഒരു സംഭവമാണ്. ഫുള്ള് ഗ്ലാസ് വെച്ചിട്ട് നല്ല കർട്ടൺ വർക്കൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു വീടാണ്.